അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ രൂപതയ്ക്ക് കീഴിലുള്ള പാഴ്സിപ്പാലം ഇടവകയിൽ അതിശക്തമായ പ്രളയം. ദുരന്തമുഖത്തുള്ള ജനങ്ങളുടെ സുരക്ഷിതത്തിനായി ഏവരുടെയും പ്രാർത്ഥനയും ഐക്യദാർഢ്യവും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇറ്റാനഗർ ബിഷപ്പ് മാർ ബെന്നി വർഗീസ് ഇടത്തട്ടേൽ. ഇന്നു പുലർച്ചെ 2-ന് പാഴ്സിപ്പാലം നദിയിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നതിനെ തുടർന്നുണ്ടായ ശക്തമായ വെള്ളപ്പാച്ചിലിൽ ഇടവകയുടെ പ്രധാന ദേവാലയമായ സെന്റ് തോമസ് ചർച്ച് പൂർണ്ണമായും ഒലിച്ചുപോയി. അതേസമയം അപകടകരമായ വിധത്തിൽ ജലനിരപ്പ് ഉയരുന്നതിനിടെ ജീവൻ പണയം വെച്ചും പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന തിരുവോസ്തിയും അരുളിക്കയും അസിസ്റ്റന്റ് വികാരി ഫാദർ കൃപ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷയുടെയും നിസ്വാർത്ഥ അജപാലനത്തിന്റെയും നേർചിത്രങ്ങളായി മാറിയിരിക്കുകയാണ്. കൂടാതെ തങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും ആകുലതയില്ലെന്ന് പ്രതികരിച്ച ഫാദർ കൃപ ഈ ലോകത്തിലേക്ക് ഒന്നും നാം കൊണ്ടുവന്നിട്ടില്ലെന്നും ഒന്നും കൊണ്ടുപോകുകയില്ലെന്നും കൂട്ടിച്ചേർത്തു. We just came out like this. Carried nothing to this world, will not carry anything back. Fraction of second, things just gone. അപ്രതീക്ഷിതമായി കടന്നുവന്ന വിപത്തിലും പതരാത്ത ദൈവാശ്രയത്വത്തിന്റെ പ്രതിഫലനമായി മാറുകയാണ് ഫാദർ കൃപയുടെ വാക്കുകൾ. പള്ളിയിലെ മറ്റു സാധന സാമഗ്രികളെല്ലാം പ്രളയത്തിൽ നഷ്ടപ്പെട്ടു. പ്രദേശത്തെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായ സ്കൂൾ കെട്ടിടം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ ചിത്രങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. വൈദിക മന്ദിരത്തിനും കോൺവെന്റിനും പ്രളയത്തിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മേഖലയിൽ ജലനിരപ്പ് ഇപ്പോഴും അപകടകരമായ രീതിയിൽ തുടരുകയാണെന്ന് ഇടവക വികാരി ഫാദർ നവീൻ കുമാർ അറിയിച്ചു. 2019 സ്ഥാപിതമായ പാഴ്സിപ്പാലം ഇടവകയ്ക്ക് കീഴിൽ 14ഓളം സബ്സ്റ്റേഷനുകളും 1200-ലധികം കത്തോലിക്ക വിശ്വാസികളുമുണ്ട്. ഈ വർഷം കനത്ത മഴയും ശക്തമായ മണ്ണിടിച്ചിലും കാരണം രൂപതയിലെ ഒട്ടേറെ ഗ്രാമങ്ങൾ സമാനമായ ദുരിതത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രളയക്കെടുതിയിലുണ്ടായ നാശനഷ്ടങ്ങളെ തരണം ചെയ്യാൻ കൂട്ടായ പ്രാർത്ഥനയിലും പ്രയത്നങ്ങളിലുമാണ് പ്രദേശവാസികൾക്കൊപ്പം വൈദികരും സന്യസ്തരും സഭാ നേതൃത്വവും. നാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്.